Hello, hi dear friends, welcome to yet another session of daily one word substitution. അപ്പോൾ one word substitutionil as usual 5 or 6 ഇന്ന് one wordsൽ നമ്മൾ അങ്ങനെ 5 6 എന്ന് പറയുന്നതിനേക്കാളും ഒരു 4 one wordsഉം പിന്നെ ഒരു collection of one words എന്ന് നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് നോക്കാം അതെന്തൊക്കെയാണെന്നുള്ളത്. നമ്മൾ നോക്കാൻ പോണ ഫസ്റ്റ് one word എന്താണെന്ന് നമുക്ക് നോക്കാം. ഓംനിബസ്. ഓംനിബസ് എന്നൊരു ബസ് ഉണ്ട്, പക്ഷേ ഇതല്ല, ഇത് വേറൊരു സംഭവമാണ്. എ ബുക്ക്, ഹാവിങ് all the published works of an author. All the published works of an author. Published works of an author. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടോപ്പിക്, പബ്ലിഷ്ഡ് വർക്ക്സ് ഓഫ് ആൻ ഓഥർ, പബ്ലിഷ്ഡ് വർക്ക് അല്ലെങ്കിൽ ഓഫ് എ പെർട്ടിക്കുലർ ടോപ്പിക്. ഓക്കെ, ടോപ്പിക് ഏതെങ്കിലും ഒരു ഇവൻറ്റോ ഒരു കോണ്ടെക്സ്റ്റോ എന്ന് തന്നെയല്ല. അതായത് ഓംനിബസ് എന്ന് പറഞ്ഞാൽ അതൊരു ബുക്കാണ്. ആ ബുക്കിൽ ഒരു പെർട്ടിക്കുലർ ഓഥർ എന്ന് പറഞ്ഞാൽ എഴുത്തുകാരൻ, അത് കവിയാവാം, അല്ലെങ്കിൽ എന്താ പറയുക, കഥ എഴുതുന്ന ആളാവാം, നോവലിസ്റ്റ് ആവാം, വാട്ട് എവർ ഇറ്റ് മേ ബി, അത് ഏത് തന്നെ ആയാലും എല്ലാ എഴുത്തുകാരെയും നമ്മൾ പറയുന്നതാണ് ഓഥർ. ബുക്കിൻ്റെ ഓഥർ ആരാണ്? ഓക്കെ, യെസ്. അപ്പോൾ അങ്ങനെ ഒരു പെർട്ടിക്കുലർ ഓഥറിൻ്റെ കുറേ അവർ പബ്ലിഷ് ചെയ്ത, പ്രസിദ്ധീകരിച്ച കുറേ വർക്ക്സിൻ്റെ ഒരു കളക്ഷൻ, ഒരു ബുക്ക്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക ഒരു ടോപ്പിക് അല്ലെങ്കിൽ ഒരു സംഭവം, ഏതെങ്കിലും ഒരു കാര്യത്തിനെക്കുറിച്ച്, അതിനിപ്പോൾ എന്താ പറയുക, ഇപ്പം ഗ്ലോബൽ വാർമിംഗ് നമ്മൾ കുറേ പേര് ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ചിലപ്പോൾ കുറേ പേര് അതിനെക്കുറിച്ച് ആർട്ടിക്കിൾസും ബുക്സും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ആ ആർട്ടിക്കിൾസൊക്കെ ആ ഒരു ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള എല്ലാ ആർട്ടിക്കിൾസും കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ബുക്ക്, അതെല്ലാം കൂടെ ഒന്നിച്ചുള്ള ഒരു ബുക്ക്. അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഓഥറിൻ്റെ ഇപ്പോൾ വള്ളത്തോൾ നാരായണ മേനോൻ, പുള്ളിക്ക് കുറേ കൃതികളുണ്ട്. അപ്പോൾ അത്രയും കൃതികളുടെ എല്ലാറ്റിൻ്റെയും അതെല്ലാം കൂടി നമ്മളൊരു ബുക്കാക്കിയാൽ നമുക്കതിനെ എന്ത് പറയാം? ഓംനിബസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, യെസ്. നെക്സ്റ്റ് വേർഡാണ് എലക്വൻറ്റ്. എലക്വൻറ്റ്. അപ്പം എലക്വൻറ്റ് എന്ന് പറഞ്ഞാൽ എക്സ്പ്രസീവ് ഇൻ ദ യൂസ് ഓഫ് വേർഡ്സ്. അതായത് നമ്മൾ കറക്റ്റ് മലയാളം മീനിങ് പറഞ്ഞാൽ വാക്ചാതുര്യമുള്ള, അതായത് വേർഡ്സ് ഉപയോഗിക്കുന്നതിൽ നല്ല ഒരു കഴിവുള്ള. ഇപ്പം നമ്മൾ ചില സ്ഥലങ്ങളിൽ ഇപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് പല രീതിയിൽ നമുക്ക് സംസാരിക്കാം. നമ്മുടെ സംസാരം വേറൊരാൾക്ക് ഇംപ്രസീവായി തോന്നുവാണെങ്കിൽ ആൾ നമ്മളെക്കുറിച്ച് പറയും, നമ്മൾ ഭയങ്കര എലക്വൻ്റാണ്, നമുക്ക് നന്നായി സംസാരിക്കാൻ അറിയാം. നമ്മൾ യൂസ് ചെയ്യണ വേർഡ്സ്, അതേപോലെ നമ്മളൊരു കാര്യം നമ്മൾ സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മളൊരു ലേഖനം, കഥ, എന്ത് തന്നെയാണ്, നമ്മളൊരു റൈറ്റിങ്ങോ ഇങ്ങനെയൊക്കെ വരുമ്പോൾ അത് വേറൊരാളെ അട്രാക്റ്റ് ചെയ്യണത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ യൂസ് ചെയ്യണ വേർഡ്സ് ആയിരിക്കും. അപ്പം അത് ഭയങ്കര സാഹിത്യപരമായി നമ്മൾ എഴുതണം, എന്നാലേ നമ്മൾ എലക്വൻ്റ് എന്ന് പറയുള്ളൂ, അങ്ങനെയൊന്നുമില്ല. അത് വേറൊരാളെ അട്രാക്റ്റ് ചെയ്യണ രീതിയിൽ, വേറൊരാളെ ഇംപ്രസ് ചെയ്യണ രീതിയിലായിരിക്കണം നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ്സ്. നമ്മുടെ ആ ഒരു സെൻറ്റൻസ് ഫോർമേഷൻ, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു പ്രസൻറ്റേഷൻ, നമ്മുടെ ആ ഒരു പാറ്റേൺ ഓഫ് ടോക്ക് അല്ലേ. ഇപ്പം ഞാൻ സംസാരിക്കുന്ന രീതിയിലാവില്ല. അതായത് ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന, ഇപ്പം ഞാൻ ഒരു കാര്യം പറയുമ്പോൾ ഞാൻ യൂസ് ചെയ്യണ ഒരു വേർഡ്സിൻ്റെ ഒരു അപ്പ് ആൻഡ് ഡൗൺ ടോൺ ഉണ്ടാവും. ഞാൻ ഓരോ കോണ്ടെക്സ്റ്റിനും ഞാൻ യൂസ് ചെയ്യണ വേർഡ്സ് ഉണ്ടാവും. അത് തന്നെ ആവണമെന്നില്ല വേറൊരാൾ സംസാരിക്കുമ്പോൾ യൂസ് ചെയ്യണം. ചിലപ്പോൾ എന്നെക്കാളും ബെറ്റർ ആയിട്ടായിരിക്കും അവർ യൂസ് ചെയ്യുക, ചിലപ്പം എന്നെക്കാളും കുറച്ചും കൂടെ എന്താ പറയുക ഒരു പുറകിലേക്കായിരിക്കും അവർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നല്ല രീതിയിൽ വേറൊരാളെ അട്രാക്റ്റ് ചെയ്യണ പോലെ, വേറൊരാളെ ഇംപ്രസ് ചെയ്യണ പോലെ നന്നായി സംസാരിച്ചാൽ, ഇപ്പോൾ ഈ ക്യാൻവാസ് ചെയ്യാൻ കഴിവുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ, അപ്പോൾ ക്യാൻവാസ് ചെയ്യണ ആൾക്കാരൊക്കെ, അവരൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല വാക്ചാതുര്യം അവർക്കുണ്ടാവണം, നന്നായി സംസാരിക്കാനുള്ള കഴിവുണ്ടാണ്, സംസാരിച്ച് വേറൊരാളെ വീഴ്ത്താനുള്ള കഴിവ്, സംസാരിച്ച് വേറൊരാളെ ഇംപ്രസ് ചെയ്യാനുള്ളൊരു കഴിവ്. സോ അങ്ങനെ നന്നായി സംസാരിക്കാൻ അറിയാവുന്ന ആൾക്കാർ നമുക്ക് എന്ത് പറയാം? എലക്വൻറ്റ് എന്ന് നമുക്ക് പറയാം. ഇനി ഗ്രാൻഡ് ഇലക്വൻറ്റ്. ഗ്രാൻഡ് ഇലക്വൻ്റ് എന്ന് പറഞ്ഞാൽ
എന്താ പറയുക, ഹൈ ഹൈ സൗണ്ടിങ് ഓഫ് പോംപസ്, ഹൈ സൗണ്ടിങ് പോംപസ് സ്പീച്ച് ഓർ റൈറ്റിംഗ്. പോംപസ്, എന്താണ് പോംപസ്? പോംപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊങ്ങച്ചം. നമ്മൾ കുറേ വീമ്പിളക്കില്ലേ, നമ്മൾ വീമ്പിളക്കുക, വീമ്പ് പറയുക, പൊങ്ങച്ചം പറയുക, അതിൻ്റെ എന്താ പറയുക, അവരുടെ വീരസ്യം പറയുക, മേനി പറഞ്ഞു നടക്കുക, ഇങ്ങനെയൊക്കെ നമുക്ക് മലയാളത്തിൽ ഈ ഒരു എന്താ പറയുക പൊങ്ങച്ചം എന്നുള്ള രീതി, ആ ഒരു കോണ്ടെക്സ്റ്റിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറേ വേർഡ്സ് ഉണ്ട്. സോ ആ മീനിങ്ങിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വേർഡാണ് പോംപ്. അപ്പോൾ പോംപസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വീമ്പളക്കണ പോലത്തെ ഒരു സ്പീച്ച് ആവാം, അല്ലെങ്കിൽ ഒരു റൈറ്റിംഗ്, ഒരു എഴുത്താവാം, അല്ലെങ്കിൽ ഒരു സംസാരമാവാം, എന്ത് വേണമെങ്കിലും ആവാം. അതിൽ അമിതമായ ഒരു പൊങ്ങച്ചം അല്ലേ, ആ പൊങ്ങച്ചം ഇങ്ങനെ എടുത്തു നിൽക്കണ പോലെ ഭയങ്കര ഒരു പൊങ്ങച്ച പറച്ചിലാണ്, അല്ലെങ്കിൽ ഭയങ്കര ഒരു വീമ്പ് പറച്ചിലാണെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം? ഗ്രാൻഡ് എലക്വൻ്റ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇപ്പം എന്താ പറയുക, അങ്ങനെ ഉണ്ടായിരുന്നു, ഇതായിരുന്നു, അത് അങ്ങനെയായിരുന്നു, ഇതിങ്ങനെയായിരുന്നു, എൻ്റെ അമ്മ അത് കാണേണ്ട കാഴ്ചയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറേ നമ്മൾ പൊങ്ങച്ചം പറയില്ല. അത് അങ്ങനെയായിരുന്നു, ഞാൻ ഇങ്ങനത്തെ ഒരാളായിരുന്നു, ഞാൻ അങ്ങനെ പ്രസൻറ്റ് ചെയ്തായിരുന്നു, ഞാൻ അന്ന് ഭയങ്കര സംഭവമായിരുന്നു, ഇങ്ങനത്തെ കുറേ പൊങ്ങച്ചം പറച്ചിൽ. സോ ഇങ്ങനെയൊക്കെ നമ്മൾ പറയുന്ന കോണ്ടെക്സ്റ്റിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വേർഡാണ് ഗ്രാൻഡ് എലക്വൻ്റ്. ഇനി സോളിലക്യൂ. സോളിലക്യൂ എന്ന് പറഞ്ഞാൽ ടോക്കിംഗ് ടു അവർ സെൽഫ്, ടോക്കിംഗ് ടു മൈ സെൽഫ്, എന്നോട് തന്നെ സംസാരിക്കുന്ന പരിപാടിക്കാണ് ഞാൻ സോളിലക്യൂ എന്ന് പറയാം. ഈ സോൾ നോക്കിക്കോളൂ, സോൾ രണ്ട് വേർഡ് ഉണ്ട് അല്ലേ, SOLE ഉണ്ട്, SOUL ഉണ്ട്. ഇത് രണ്ടും പ്രൊനൗൺസിയേഷൻ സെയിം ആണ്, നമ്മൾ സോൾ എന്നാണ് പറയുക, പക്ഷേ സ്പെല്ലിംഗ് ഒന്ന് SOLE ആണ്, ഒന്ന് SOUL ആണ്. രണ്ടിൻ്റെ മീനിങ് രണ്ടാണ്. സോൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ആത്മാവാണ്, SOUL. ഈ SOLE എന്ന് പറഞ്ഞാൽ എലോൺ, ഒറ്റയ്ക്ക്. ഇപ്പോൾ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്, പാർട്ട്ണർഷിപ്പ് നമുക്കറിയാം, രണ്ടോ അതിൽ കൂടുതലോ ആൾക്കാർ കൂടിയിട്ട് ഒരു ബിസിനസ് റൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയും പാർട്ട്ണർഷിപ്പ്. സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് എന്നൊരു പരിപാടിയാണ്. അതെന്താണ്? ഒറ്റയ്ക്ക് നമ്മളൊരു കാര്യം ചെയ്യുമ്പോഴാണ് നമ്മൾ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്. അങ്ങനെ ഒരാൾ മാത്രം ഒറ്റയ്ക്ക്, അങ്ങനത്തെ മീനിങ്ങിലാണ് നമ്മൾ SOLE എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്യുക. അതേ വേർഡാണ് ഇവിടെ. ആ വേർഡും ഈ എലക്യുവൻ്റ് എന്നുള്ള വേർഡും കൂടെ രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് സോൾ ഇലക്യൂ എന്ന് പറയുന്ന ആ ഒരു വേർഡ് ഫോം ചെയ്തിട്ടുള്ളത്. സോൾ പ്ലസ് എലക്യൂ, അതാണ് സോൾ ഇലക്യൂ. ടോക്കിംഗ് ടു മൈസെൽഫ്, എന്നോട് തന്നെ ഞാൻ സംസാരിക്കുന്നു, ആ പരിപാടിക്കാണ് നമ്മൾ എന്ത് പറയുക? സോളിലക്യൂ. ഇനി നമ്മൾ നോക്കാൻ പോണ ബാക്കി വേർഡ്സ് അതൊരു സെറ്റ് ഓഫ് വേർഡ്സ് ആണ്. ഓക്കെ, യെസ്. അതിൽ നമുക്ക് ആദ്യത്തെ വേർഡ് നോക്കാം, തീസ്റ്റ്. നമ്മൾ വൺ ഹു ബിലീവ്സ് ഇൻ ഗോഡ്, വൺ ഹു ബിലീവ്സ് ഇൻ ഗോഡ് ആണ് തീസ്റ്റ്, വൺ ഹു ബിലീവ്സ് ഇൻ ദി എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ്. ഓക്കെ, ഈശ്വരവിശ്വാസി ഒരാൾ, അതിപ്പം ആരെയായാലും, ഏത് മതവിശ്വാസിയായാലും എന്ത് തന്നെ ആയാലും ഒരാൾ ഈശ്വരവിശ്വാസിയാണെങ്കിൽ നമ്മൾ അവരെ തീസ്റ്റ് എന്ന് നമ്മൾ പറയും. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണ നമ്മളിനി ഒരു 3 വേർഡ്സും കൂടെ ഡിസ്കസ് ചെയ്യും. അപ്പോൾ അതൊക്കെ ഈ തീസ്റ്റ് എന്ന് പറയുന്ന വേർഡിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. തീസ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള, അതായത് ദൈവവിശ്വാസത്തിനെ ബേസ് ചെയ്തിട്ടുള്ള വേറൊരു വേർഡ് നമ്മൾ ഇതിന് മുമ്പ് നമ്മുടെ 1 വേർഡ് സെഷനിൽ തന്നെയാണെന്ന് തോന്നുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു, പാൻതീസ്റ്റ് അല്ലേ. പാൻതീസ്റ്റ് എന്ന് വെച്ചാൽ എന്തായിരുന്നു? ഒന്ന് റീകോൾ ചെയ്ത് നോക്കിക്കേ. റീകോൾ ചെയ്ത് നിങ്ങൾക്ക് കിട്ടണ്ടോ എന്ന് നോക്കുക. കിട്ടിയാൽ ഓക്കെ, വെരി ഹാപ്പി. അപ്പോൾ നിങ്ങൾ ആലോചിക്കുമ്പോൾ ഒന്ന് വീഡിയോ ഒന്ന് പോസ് ചെയ്യുക, എന്നിട്ട് ആലോചിച്ച് നോക്കുക. കിട്ടുന്നുണ്ടെങ്കിൽ വെരി ഗുഡ്, നിങ്ങൾ അത് പ്രോപ്പറായി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, നിങ്ങൾക്കത് ഓർമ്മയുണ്ട്. നിങ്ങൾക്ക് കിട്ടണില്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല, മറന്നുപോയതായിരിക്കാം. ഒന്നും കൂടെ പ്ലേ കൊടുത്തിട്ട് വീഡിയോ കണ്ടിന്യൂ ചെയ്ത് കാണുക. അപ്പോൾ പാൻതീസ്റ്റ് എന്ന് പറഞ്ഞാൽ നേച്ചറാണ്, പ്രകൃതിയാണ്, അല്ലെങ്കിൽ നേച്ചറിലുള്ള ഫോഴ്സസ് ആണ് ഈശ്വരൻ എന്ന് വിശ്വസിക്കുന്ന ആളെയാണ് നമ്മൾ പാൻതീസ്റ്റ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും. ഇനി അപ്പോൾ അതേപോലെ ഒരു 3 തീസ്റ്റ് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. ഏത്തീസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നിരീശ്വരവാദി എന്ന് പറയുന്ന അതാണ് ഏത്തീസ്റ്റ്. വൺ ഹൂ doesn't believe in God. Okay, doesn't believe in God, ഈശ്വരനിൽ വിശ്വാസമില്ലാത്ത ആൾ. ഇനി പോളിതീസ്റ്റ് ഉണ്ട്, മോണോതീസ്റ്റ് ഉണ്ട്. പോളിതീസ്റ്റ് ഉണ്ട്, മോണോതീസ്റ്റ് ഉണ്ട്. പോളിതീസ്റ്റ് എന്ന് പറഞ്ഞാൽ വൺ ഹു ബിലീവ്സ് ഇൻ മെനി ഗോഡ്സ്.
വൺ ഹു ബിലീവ്സ് ഇൻ ദി പ്രസൻസ് ഓഫ് മെനി ഗോഡ്സ് അല്ലെങ്കിൽ വൺ ഹു ബിലീവ്സ് ഇൻ മെനി ഗോഡ്സ്, എങ്ങനെ വേണമെങ്കിലും പറയാം. കുറേ ദൈവങ്ങളുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആൾ, കുറേ ദൈവങ്ങളുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളെയാണ് നമ്മൾ എന്ത് പറയുക? പോളിതീസ്റ്റ് എന്ന് പറയാം. മോണോ എന്ന് പറഞ്ഞാൽ വൺ ഹു ബിലീവ്സ് ഇൻ ഓൺലി വൺ ഗോഡ്, ഒരു ദൈവമേ ഉള്ളൂ, ഒറ്റ ദൈവമേ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളെയാണ് നമ്മൾ എന്ത് പറയുക? മോണോതീസ്റ്റ്. ഒരു ദൈവത്തിൽ മാത്രം വിശ്വാസമുള്ള ആളെ നമ്മൾ മോണോതീസ്റ്റ് എന്ന് പറയും. അപ്പോൾ മോണോ എന്ന് പറഞ്ഞാൽ വൺ ആണ്. മോണോ എന്ന് പറയുന്ന ആ വേർഡിൻ്റെ അർത്ഥം വൺ ആണ്. തീസ്റ്റ് എന്ന് പറയുമ്പോൾ യെസ് വൺ ഹു ബിലീവ്സ് ഇൻ ഗോഡ്. അപ്പോൾ മോണോതീസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ഇതിൽ വിശ്വസിക്കുന്ന ആൾ. പോളി എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് മെനിയാണ്. പോളി, മെനി. അപ്പോൾ പോളിതീസ്റ്റ് എന്ന് പറഞ്ഞാൽ കുറേ ദൈവങ്ങളിൽ വിശ്വസിക്കുന്ന ആൾ, കുറേ ദൈവങ്ങളുണ്ടെന്ന് വിശ്വസിക്കുന്ന ആൾ, കുറേ ദൈവങ്ങളിൽ വിശ്വസിക്കുന്ന ആൾ. ഇനി ഏത്തീസ്റ്റ്, എ എന്ന് പറയുന്നത് നമ്മൾ എഗെയിൻസ്റ്റ് ആണ് അല്ലേ? തീസ്റ്റിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മൾ ഏത്തിയസ്റ്റ് ഉപയോഗിക്കുന്നത്. എ ആഡ് ചെയ്താൽ പലപ്പോഴും അതൊരു ഓപ്പോസിറ്റിൻ്റെ മീനിങ് ആണ്, അതിനെതിരായിട്ടെന്നുള്ള മീനിങ്ങിലാണ് നമ്മൾ എ എന്ന് പറയുന്ന ലെറ്റർ ഒരു വേർഡിൻ്റെ പ്രിഫിക്സ് ആയി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു മീനിങ് എന്ന് പറഞ്ഞാൽ ദൈവം ഇല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ്, നിരീശ്വരവാദിയാണ്. പിന്നെ തീസ്റ്റ് എന്ന് പറഞ്ഞാൽ യെസ് ഈശ്വര വിശ്വാസിയാണ് തീസ്റ്റ്. അപ്പോൾ ഇത് പിന്നെ പാൻതീസ്റ്റ് നമ്മൾ നേരത്തെ നോക്കി. പാൻതീസ്റ്റ് എന്ന് പറഞ്ഞാൽ വൺ ഹു ബിലീവ്സ് ദാറ്റ് എന്താ പറയുക ഓൾ ദ നേച്ചർ ഫോഴ്സസ്, ഓൾ ദ ഫോഴ്സസ് ഇൻ നേച്ചർ ഈസ് ഗോഡ്. ദൈവം എന്ന് പറയണത് എന്താ പറയുക നമ്മുടെ നേച്ചറിലുള്ള ഫോഴ്സസ് ആണെന്ന് വിശ്വസിക്കുന്ന ആളെയാണ് നമ്മൾ പാൻതീസ്റ്റ് എന്ന് പറയുക. അപ്പോൾ നമ്മൾ തീസ്റ്റ് 5 തീസ്റ്റുകളാണ് നമ്മൾ പഠിച്ചത്, 5 ടൈപ്സ് ഓഫ് തീസ്റ്റ് അല്ലേ? യെസ്. ഓക്കെ. പിന്നെ നമ്മൾ 4 വൺ വേർഡ്സ് നോക്കി. എന്തൊക്കെയാണ്? ഓംനിബസ് നോക്കി. ഓംനിബസ് എന്ന് വെച്ചാൽ എന്താണ്? അതൊരു ബുക്കാണ്. അതിൽ ഒരു ഓഥറിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഓഥറിൻ്റെ പബ്ലിഷ് ചെയ്ത കുറേ ബുക്സോ അല്ലെങ്കിൽ റൈറ്റിങ്സോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടോപ്പിക്കിൽ വന്ന കുറേ വർക്ക്സ് ഒക്കെ കൂടിയിട്ടുള്ള ഒരു ബുക്കിനെയാണ് നമ്മൾ ഓംനിബസ് എന്ന് പറയും. പിന്നെ നമ്മൾ കുറേ എലക്വൻസ് ആണ് നോക്കി. ആദ്യം നമ്മൾ നോക്കി എലക്വൻറ്റ്. എലക്വൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായി സംസാരിക്കാൻ കഴിവുള്ള, നല്ല വാക്ചാതുര്യമുള്ള, നന്നായി വേർഡ്സ് നന്നായി യൂസ് ചെയ്യാൻ കഴിവുള്ള, അതാണ് എലക്വൻറ്റ്. ഗ്രാൻഡ് എലക്വൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായി പൊങ്ങച്ചം, ഒരു റൈറ്റിംഗ് ആയാലും ഒരു സ്പീച്ച് ആയാലും കുഴപ്പമില്ല, നന്നായി പൊങ്ങച്ചം പറയണം, മേനി പറയണം, പൊങ്ങച്ചം, മേനി പറച്ചിൽ, പിന്നെ എന്താണ് വീമ്പ് പറയണം, ഇങ്ങനത്തതൊക്കെയാണ് ഗ്രാൻഡ് എലക്വൻറ്റ്. സോളിലക്യൂ എന്ന് പറഞ്ഞാൽ തന്നെ എന്നോട് തന്നെ ഒറ്റയ്ക്ക് സംസാരിക്കുക, എന്നോട് തന്നെ ഞാൻ സംസാരിക്കുന്നതിനാണ് എന്ത് പറയുക? സോളിലക്യൂ എന്ന് പറയാം. പിന്നെ നമ്മുടെ ദൈവവിശ്വാസത്തിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് വൺ വേർഡ്സ്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത എല്ലാ വൺ വേർഡ്സും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ വേർഡാണ്. എലക്വൻറ്റ്, ഗ്രാൻഡ് എലക്വൻറ്റ്, സോളിലക്യൂ ഒക്കെ നമ്മൾ കുറേ ചോദിച്ച് കാണാറുണ്ട്. അതേപോലെ തീസ്റ്റ്, ഈ ഒരു ദൈവവിശ്വാസത്തിനെ ബേസ് ചെയ്തുള്ളതും നമ്മൾ കുറേ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഈ വേർഡ്സൊക്കെ പ്രോപ്പറായി പഠിക്കുക. എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങളൊക്കെ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. അങ്ങനെ നിങ്ങൾ വേർഡ്സിനെ കൂടുതൽ എന്താ പറയുക ഫെമിലിയർ ആക്കുക. അപ്പോൾ നമ്മൾ മറക്കത്തില്ല. ഇത് ഞാൻ എൻ്റെ പല വീഡിയോസിലും പലപ്പോഴായി ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, അതുകൊണ്ട് പിന്നെയും ഞാൻ പറയണില്ല. നിങ്ങളത് യൂസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. എവിടെയെങ്കിലുമൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമ്പോൾ യൂസ് ചെയ്താൽ നിങ്ങളത് മറക്കത്തില്ല, ഓർത്തിരിക്കും. ഓക്കെ. അപ്പോൾ ഇതേപോലെ നെക്സ്റ്റ് സെഷനിൽ വീണ്ടും കുറേ അടിപൊളി വൺ വേർഡ്സ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.